ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ്. ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ അതൊരു പഞ്ചഭൂതങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. അത് റൈറ്റ് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വളരെ ഹെൽത്തി ആയിരിക്കും, പ്രോബ്ലം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു എലിമെൻറ്റിന് ചെറിയ വ്യത്യാസം കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പല അസുഖങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് എലിമെൻറ്റ്സ് നോക്കാം. പഞ്ചഭൂതങ്ങൾ: ഫയർ, എയർ, സ്പേസ്, എർത്ത്, വാട്ടർ. അല്ലെങ്കിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ചക്രയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഭൂമിയും, മൂലാധാര ചക്രത്തിൽ ഭൂമിയും, പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് ജലം, അഗ്നി, വായു, ആകാശം വരും. അതിനെപ്പറ്റി, ചക്രങ്ങളെപ്പറ്റി പിന്നീട് പറയാം. ഇപ്പോഴേ നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ഈ ഫയർ, എയർ, സ്പേസ്, എർത്ത് പറഞ്ഞല്ലോ, വാട്ടർ ഇതിൽ പറഞ്ഞല്ലോ. ഇതിലെന്തെങ്കിലും ഒരു ചെറിയ ഈ കോമ്പിനേഷനിൽ ഒരു വ്യത്യാസം വരുമ്പോഴാണ് അസുഖം എന്ന് പറഞ്ഞല്ലോ. ഈ കോമ്പിനേഷനിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിനുള്ള ഒരു മാർഗമാണ് ഹാൻഡ് മുദ്ര. കൈകൊണ്ട് മുദ്ര ചെയ്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പഞ്ചഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ 5 വിരലുകൾ. 5 വിരലുകളും ഓരോ വിരലും ഓരോ പഞ്ചഭൂതത്തിന് റെപ്രസെൻ്റ്. നമ്മളെ ചുണ്ടൻ വിരൽ, തമ്പ്, അത് അഗ്നിയാണ്, ഫയർ. നമ്മുടെ സെക്കൻഡ് വിരൽ അത് എയറാണ്. മൂന്നാമത്തെ വിരൽ, സെൻട്രൽ വിരൽ, അത് ആകാശമാണ്, സ്പേസ്. നാലാമത്തെ വിരൽ, മോതിര വിരൽ, അത് ഭൂമിയാണ്. അഞ്ചാമത്തെ വിരൽ, ചെറുവിരൽ, ജലമാണ്. ഇങ്ങനെയാണ് ഫയർ, എയർ, സ്പേസ്, എർത്ത്, വാട്ടർ. ഈ 5 വിരലുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന മുദ്രകൾക്കാണ് ഹാൻഡ് മുദ്ര. ഈ മുദ്ര ഉപയോഗിച്ച് നമുക്ക് പല അസുഖങ്ങളും മാറ്റാൻ പറ്റും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപാന മുദ്ര. നമ്മുടെ അപാന വായു, ഡൗൺവേർഡ് ഫോഴ്സ്, നമ്മുടെ സ്റ്റൊമക്ക് മുതൽ താഴോട്ട് വരുന്ന ഒരു ഫോഴ്സാണ് അപാനവായു. വായു തന്നെ പല വിധത്തിലുണ്ടെന്ന് നമുക്കറിയാം. അപാനവായു, ഉദാനവായു, സമാനവായു. ഇന്നിപ്പോൾ നമ്മൾ അപാനവായുവെ പറ്റി മാത്രം സംസാരിക്കാം. അപാനവായുവെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മുദ്ര ഉപയോഗിക്കുന്നത്. അപാനവായു ബാലൻസ് ചെയ്താലുള്ള മെച്ചങ്ങൾ എന്താണ്? ഒന്നാമത് ഡിറ്റോക്സിഫിക്കേഷൻ, അതായത് നമ്മുടെ വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപാനവായു. അപാനവായു ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വിയർപ്പ്, യൂറിൻ, സ്റ്റൂൾ ഇതൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് അപാനവായുയുടെ പ്രവർത്തനം കൊണ്ടാണ്. നമുക്ക് ദഹനക്കേട് ഉണ്ടാകുമ്പോൾ, ദഹിക്കുന്നില്ലെങ്കിൽ, ദഹനക്കേടിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോഴാണ് ഈ ഗ്യാസ് ട്രബിള്, ഇതുപോലുള്ള പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിനൊക്കെ ഏറ്റവും നല്ല മുദ്രയാണ് അപാനമുദ്ര. അപാനമുദ്ര ചെയ്താലുള്ള മെച്ചം പറഞ്ഞു, നമ്മുടെ ടോക്സിക് മെറ്റീരിയൽ എലിമിനേറ്റ് ചെയ്യും, അത് പുറത്തേക്ക് തള്ളിവിടും. രണ്ടാമത് ഡൈജഷൻ, നല്ല ദഹനശക്തി, നമ്മുടെ സ്റ്റൊമക്കിനെയും നമ്മുടെ ലിവറിനെയും അത് കൂടുതൽ പ്രവർത്തിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡൈജസ്റ്റ് ചെയ്താൽ ഗ്യാസ് ട്രബിള് അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, വളരെ ക്ലീനാവും. മൂന്നാമത് ഡൗൺവേർഡ് ഫോഴ്സ്, അത് ക്ലീനാവുമ്പോൾ അത് നമ്മുടെ ഹാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ നമ്മുടെ BP വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹാർട്ടിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ സ്റ്റൊമക്ക് വളരെ ക്ലീനാവുമ്പോൾ നമ്മുടെ ഷുഗർ പ്രോബ്ലത്തിന്, ഷുഗറിനും
വളരെ കൺട്രോളാവും. ഷുഗറുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം വളരെ കൺട്രോളായിട്ട് നിൽക്കും. അതുമാത്രമല്ല, നമ്മുടെ അതായത് സ്ത്രീകൾക്ക് മെൻസസ് പീരീഡിലുണ്ടാകുന്ന ആ കോംപ്ലിക്കേഷൻസ്, പെയിൻസ്, അതിനൊക്കെ നല്ല റിലീഫ് കിട്ടും. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇത് ഗർഭിണികളായ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും ചെയ്യാം. ഒരു ദിവസം 45 മിനിറ്റ് ചെയ്യണം. ഇരുന്നു കൊണ്ടോ നിന്നിട്ട് ചെയ്യരുത്. ഇരുന്നു കൊണ്ട് കസേരയിലോ വല്ലോ ബെഡിലോ ഇരുന്നിട്ട് ചെയ്യാം. 45 മിനിറ്റ് ഒരേ സമയം ചെയ്യണമെന്നില്ല. 15 മിനിറ്റിൻ്റെ 3 സെഷൻ ആക്കിയിട്ട് രാവിലെ ഉച്ച വൈകിട്ടോ, അല്ലെങ്കിൽ രാവിലെ അരമണിക്കൂർ, വൈകിട്ട് 15 മിനിറ്റ്, അങ്ങനെ സൗകര്യം പോലെ ചെയ്യാം. അത് കഴിയുന്നത് എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യാൻ നോക്കണം. എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. അതായത് നമ്മുടെ സെൻട്രൽ വിരലും മോതിര വിരലും കൂടി തമ്പുമായിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരലും ചെറിയ വിരലും നിവർത്തി വെക്കുക. ഇതുപോലെ. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ സെൻട്രൽ വിരലും മോതിര വിരലും ചുണ്ടുവിരലുമായിട്ട് ജോയിൻ ചെയ്യുക. ബാക്കി 2 വിരലുകളും നീട്ടി വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇരുന്നു കൊണ്ട് നമ്മുടെ തുടയിൽ വെക്കണം. 2 കൈയും ഒരേ സമയം ചെയ്യണം. തുടയിൽ വെച്ച് നമ്മുടെ വിരലുകൾ മേലോട്ട് വരത്തക്ക വിധത്തിൽ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇങ്ങനെ വെച്ച് കണ്ണും അടച്ചൊന്ന് ബ്രീത്തിങ് ശ്രദ്ധിച്ച് നോക്കൂ. വെച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ബ്രീത്ത് ചെസ്റ്റിൽ നിന്ന് അബ്ഡോമനിലേക്ക് പോകുന്നതായിട്ട് കാണാം. നമ്മൾ മാറ്റമൊന്നും വേണ്ട, സാധാരണഗതിയിൽ ബ്രീത്ത് ചെയ്താൽ മതി. പക്ഷേ ആ ബ്രീത്തിങ് ഓട്ടോമാറ്റിക്കായിട്ട് ചെസ്റ്റ് ബ്രീത്തിങ്ങിൽ നിന്ന് അബ്ഡോമിനൽ ബ്രീത്തിങ്ങിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്കത് അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരും. ഈ അപാനമുദ്ര എന്നുള്ളത് വളരെ 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 ഇതായിട്ടുള്ള ഒരു മുദ്രയാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞല്ലോ, ഗ്യാസ് ട്രബിള്, ദഹനക്കേട്, മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് വളരെ വളരെ നല്ലതാണ്. BP കൺട്രോൾ ചെയ്യാൻ പറ്റും, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെല്ലാത്തിനും ഹാർട്ട് സേഫാക്കി വെക്കും. ഇതിനെല്ലാം വളരെ നല്ലതാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ സെൻട്രൽ വിരലും മോതിര വിരലും തമ്പുമായിട്ട് ജോയിൻ ചെയ്യാം. ബാക്കി 2 വിരലുകൾ നിവർത്ത് വെക്കുക. അതായത് ചൂണ്ടുവിരലും ചെറുവിരലും നിവർത്ത് വെക്കുക. ഇതാണ് അപാനമുദ്ര. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. താങ്ക് യു വെരി മച്ച്.